അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മോളെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ അവൾ ഓടിപ്പോവാണ്. അവൾ പറഞ്ഞ കേൾക്കൂല. എനിക്കെൻ്റെ പിന്നാലെ ഓടാനൊന്നും വയ്യ. എന്നാലും എൻ്റെ മാക്സിമം വീട്ടിൽ ഞാൻ കാലുകൊണ്ട് വയ്യല്ലോ, മാക്സിമം വീട്ടിൽ അവളെ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. എന്തൊരു പോക്കാ പോണേ, പറഞ്ഞാൽ കേൾക്കൂല. വികൃതിയാണ്. എൻ്റെ കൈ വിട്ടിട്ട് പോവാണ്. ഞാൻ എത്ര ഓടിയാലും അവളെ പുറകെ എത്തൂല. എനിക്ക് ഓടാൻ കഴിയില്ല കേട്ടോ. എൻ്റെ കാലായിട്ട് കാല് വെക്കാണ്ട് പണ്ടത്തെ പോലെ ഓടാനൊന്നും കഴിയില്ല. കാലിൻ്റെ മുട്ട് ചിരട്ട നീങ്ങാണ് എനിക്ക് തീരെ കഴിയില്ല. ആക്സിഡൻറ്റിന് ശേഷം തീരെയും കഴിയില്ല. എത്ര പറഞ്ഞിട്ട് കേൾക്കണില്ല. കുറേ പൊടിച്ചേക്ക് അവളെ ഓട്ടം എന്തിനാണെന്ന് അറിയാം, മിഠായി കടയിലേക്കാണ്. അപ്പോൾ ആ വണ്ടി മെല്ലെ സ്റ്റോപ്പാക്കിയപ്പോൾ ഇവളെ ഓട്ടം കണ്ടിട്ട് ഇവിടെ അറിയണവരെ തന്നെയാണ്. അവിടുന്ന് വീണ്ടും ഓടുകയാണ് കാണുന്നത്. ഈ മിഠായി കടയിലേക്കുള്ള ഓട്ടാണത്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങ് നീങ്ങൂല. പോകുമ്പോഴും വരുമ്പോഴും വേണം മിഠായി. ഇനി അവിടെ നിൽക്കും. അതന്നെ അവളുടെ പരിപാടി. എത്ര പറഞ്ഞാലും കേൾക്കൂല. മിഠായി എന്നെ മിഠായി, അതും ലേസ്. അവിടെ അങ്ങോട്ട് കിടക്കും റോട്ടിൽ. അവിടുന്ന് അനങ്ങൂല. അതിന് മിഠായി കിട്ടിയേ പോരൂ, അതും ലേസ്. ഒരു മിഠായി ഒന്നും കിട്ടിയാൽ പോരാ. മെല്ലെ 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 കയറി പോകുന്നുണ്ട്. ഞാൻ പോവാം. കടയിൽ നിൽക്കണ്ട. ലേസിൻ്റെ മുകളിലാണ് തൂക്കം. അതാണെങ്കിൽ അങ്ങനെ തൂക്കിട്ടിട്ടുണ്ടാവും. പൈസ ഉണ്ടോ വെച്ചേക്ക്. ഇപ്പാനോട് പോയിട്ട് പൈസ മേടിച്ചോ? ഞാൻ അങ്ങോട്ട് കയറിയിട്ടില്ല. എന്നിട്ട് അവളെ തന്നെ അവള് പോയി ഒറ്റക്ക് അവിടെ ഇങ്ങനെ നിൽക്കും. മിഠായി കിട്ടില്ല, അത് വരില്ല. ഒരു ലേസിന്റെ പാക്കറ്റ് കൊടുത്താളെ. ലേസ് മതി, ലേസ്. ആ അവർക്കൊരു യാത്രയപ്പുണ്ട്. അത്ര സൂപ്പർവൈസർ തേറ്റമ്മലുള്ള. അവിടെ ലേസൊക്കെ വാങ്ങിച്ചിട്ടോ. അതിൻ്റെ ഇടയിൽ വണ്ടര മുന്നിലേക്ക് അവൾ ചാടി ഇറങ്ങിട്ടോ. വണ്ടി തട്ടിയില്ല എന്നുള്ള രീതിക്കുന്നുണ്ട്. കയ്യെ പിടുത്തം വേറെടുത്ത് കോതറി ഓടും, അല്ലെങ്കിൽ എൻ്റെ കൈക്ക് ഇട്ട് കടിക്കും. അവളേനെ കൊണ്ടുവരണമെങ്കിൽ ഒരു കയറിട്ട് കെട്ടി വലിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ കടയിലെത്തിയപ്പോൾ ഒരു കോഴി കച്ചവടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴീനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. കോഴീനെ വളർത്താനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വയ്യാത്ത ഉമ്മയും ഈ മക്കളും വർക്കും എല്ലാം കൂടി നടക്കൂല. പിന്നെ ഈ മാറി ഉള്ള താമസം. നമുക്കൊരു സ്വന്തം വീടൊക്കെ ആയതിന് ശേഷമാണെങ്കിൽ കോഴീനൊക്കെ വളർത്താം. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ കണ്ണെടുക്കാൻ തോന്നില്ല. ഞാൻ വീഡിയോ എടുത്താൽ നല്ല കുറച്ചൊക്കെ വളർന്നു വലുതായ കോഴി. ഒന്നിന് 300 രൂപയോളം ഉണ്ട് കേട്ടോ.
എനിക്ക് നല്ല ഇഷ്ടമാണ് കോഴീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ. പക്ഷെ ആഗ്രഹമുണ്ട്, എന്താ ചെയ്യുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല. കുട്ടികളൊക്കെ ഒന്ന് വലുതാവട്ടെ. ഉമ്മാൻ്റെ ഈ അസുഖം ആഗ്രഹങ്ങളൊക്കെ ബാക്കി. ഞാൻ ഇടയിൽ ഒന്ന് ചോറുണ്ടാക്കുകയാണ് കേട്ടോ. കുക്കറിൽ ചോറ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകലാണ്. അവിടെ ചെന്നാൽ അടുക്കളയിൽ ഒരു വർക്കും ചെയ്യാൻ സമ്മതിക്കൂല. ഉമ്മ കിച്ചണിൽ വന്നിരുന്നിട്ട് തുടങ്ങും. കിട്ടിയതൊക്കെ എടുത്ത് എറിയും, കിട്ടിയതൊക്കെ ഇട്ട് എന്നെ പെടുന്നു. നല്ല തല്ലും. വിഷമിടാണോടി, വിഷമിട്ടിട്ട് ഉണ്ടാക്കാനോടി. ഇരിക്കും വന്ന് കസേരയിൽ വന്നിരുന്നാണ്ട് തുടങ്ങും, സംസാരം തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് എന്ത് കുക്ക് ചെയ്യാനും ഒന്നിനും ഒരു മൂഡുണ്ടാവില്ല. നല്ല പക്ഷേ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ചോറിക്ക് അതിന് ചെമ്മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാരാ? തൊള്ളയിട്ടിട്ട് എന്താ കടിക്കണം? എന്തും വെച്ച് നല്ല കൊത്തും. ഇതാ ഓളാദ്യം കൂടെ പാഞ്ഞിന്ന്. അപ്പം ഞാൻ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെമ്മീനൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ സനമോളാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്താണ്. ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് പോവാൻ നല്ലത്. അവിടെ വീട്ടിൽ ചെന്നാൽ ഭയങ്കര കച്ചറയും കാര്യങ്ങളൊക്കെ. ഫുഡും ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോകലാണ്. അപ്പോൾ സ്വസ്ഥതയിൽ ഫുഡ് കഴിക്കാമല്ലോ. ഇവിടെ ആകെ കച്ചറാക്കി അലങ്കോലാക്കിയിട്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്യാൻ നിന്നാൽ ഫുഡ് കഴിക്കലൊക്കെ അവിടെ കിടക്കുക. അപ്പോൾ നേരത്തിന് ഭക്ഷണം കഴിക്കലുണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു വല്ലാത്ത കോല കഴിക്കണം. അത് ചെമ്മീൻ റോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ആളൊക്കെ ഉണ്ടായി. അപ്പോൾ എങ്ങനെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചാണ്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചങ്ങ് തീരെ വെള്ളം ഒഴിക്കാണ്ടാണ് ചെമ്മീൻ ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും. അതിന് സനമോൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി എന്തൊക്കെയോ പറയുന്നുണ്ട്. പോയി നോക്കട്ടെ കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.